നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം. ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല ആൻഡ് കുവൈറ്റ്. കർക്കടക മാസാചരണത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മെമ്മോറിയൽ ആയുർവേദ മെഡിക്കൽ കോളേജിൽ സൗജന്യമായി 18ാം വർഷവും മുടങ്ങാതെ ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു. കനത്ത മഴയെ അവഗണിച്ചും ആയിരക്കണക്കിന് ആളുകളാണ് കഞ്ഞി കഴിക്കാനെത്തിയത്. കർക്കടക മാസാചരണത്തിന്റെ ഭാഗമായി പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മെമ്മോറിയൽ ആയുർവേദ മെഡിക്കൽ കോളേജിൽ 18ാം വർഷവും സൗജന്യ ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു. കനത്ത മഴയെ അവഗണിച്ച് ആയിരക്കണക്കിന് ആളുകളാണ് മരുന്നുകഞ്ഞി കുടിക്കാനായി കോളേജിലെത്തിയത്. സന്ദർശകർക്കായി ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സംഘാടകർ ഒരുക്കിയിരുന്നു. കർക്കടകം 1 മുതൽ 7 വരെ നടക്കുന്ന സൗജന്യ ഔഷധക്കഞ്ഞി വിതരണ പരിപാടി 2008 കോളേജ് ആരംഭകാലത്ത് അന്നത്തെ സെക്രട്ടറി എം മുരളീധരന്റെ നേതൃത്വത്തിലാണ് തുടക്കം കുറിച്ചത്. അന്നു മുതൽ എല്ലാ വർഷവും മുടങ്ങാതെയാണ് പദ്ധതി നടപ്പാക്കി വരുന്നത്. കർക്കടക മാസത്തിൽ ഔഷധക്കഞ്ഞി കഴിക്കുന്നത് ശരീരത്തിലെ ക്ഷയിച്ച അഗ്നിയെ ഉണർത്തി ദഹനശക്തി വർദ്ധിപ്പിക്കാനും ത്രിദോഷങ്ങളെ സന്തുലിതമാക്കാനും സപ്തധാതുക്കളെ പോഷിപ്പിക്കാനും സഹായിക്കുമെന്നാണ് ആയുർവേദം പറയുന്നത്. രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഗുണകരമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മരുന്നുകഞ്ഞി വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം ചേലക്കര MLA UR പ്രദീപ് നിർവഹിച്ചു. ഇത്തരം സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കുന്ന ഇത്തരം സമയങ്ങളിലും പഴയ ആളുകൾ സൂക്ഷിച്ചു വരുന്ന ഇത്തരം കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവുമെന്നതുകൊണ്ട് പുതിയ തലമുറകൾക്ക് അത്തരത്തിലൊരു ചിന്തയുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഈ സദസ്സൊന്ന് നിങ്ങൾ തന്നെ പരിശോധിച്ചോളൂ. പ്രായമുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ എത്തിയിട്ടുള്ളത്. ജോലിയുടെ ഭാഗമായിട്ടും ഇതിൻ്റെ ഭാഗമായെല്ലാം എത്തിപ്പെടുന്ന ചില ചെറുപ്പക്കാരുണ്ടാവും എന്നുള്ളത്. ഇതിനുവേണ്ടി ഇതെന്താണ് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി വരുന്ന പുതിയ തലമുറകൾ ഒരുപക്ഷെ കുറവാകും. പക്ഷേ ഇന്ന് സയൻസ് വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാടിനകത്ത് ആയുർവേദത്തെ ശക്തമായി മുമ്പോട്ട് പോകുന്ന കാലഘട്ടത്തിൽ വിദേശികളാണ് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മളാക്കിയത്. ഇന്ത്യയിലെ ആളുകളെക്കാൾ കൂടുതൽ വിദേശികൾക്ക് ആയുർവേദത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കിയെടുക്കാനും കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിൻ്റെ ആ പഴയ രീതി മനസ്സിലാക്കിയെടുക്കുന്നു. അതിൻ്റെ അത്ഭുതങ്ങളെ സംബന്ധിച്ചെല്ലാം അവർ മനസ്സിലാക്കി ധാരാളം വിവരങ്ങൾ ശേഖരിച്ചു പോകുന്നു. നമ്മളെ സംബന്ധിച്ച് ഇന്ന് പുതിയ കാലഘട്ടമനുസരിച്ച് ലോകമെമ്പാടും വലിയ ബിസിനസ് വളർത്താൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് പലരും. ആ ഓട്ടത്തിനിടയിൽ നമ്മുടെ ആരോഗ്യത്തിനെ പോലും ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ആ കാര്യം പറയുമ്പോഴാണ് പോലും ഓർമ്മ വരുന്നത്. ഞാൻ കോർപ്പറേഷൻ ചെയർമാനായിരുന്നു. ഹോർത്തൂസ് മലബാറിക്കസ് ചെയർമാൻ സാം സന്തോഷ്, ഡയറക്ടർ സന്ധ്യ മണ്ണത്ത്, പ്രിൻസിപ്പൽ ഡോക്ടർ ജിജി മാത്യു, ഡോക്ടർ രതീഷ് പി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. നമ്മുടെ കാരണന്മാരും മുതൽ നമ്മുടെ മുൻഗാമികൾ കർക്കിടകത്തിൽ ശീലമാക്കിയിരുന്നത്. കർക്കിടകക്കഞ്ഞി പല തരത്തിൽ കിട്ടും. നമ്മളത് വളരെ പുരാതനമായ രീതിയിൽ പണ്ട് ആചാര്യന്മാർ നിഷ്കർഷിച്ച രീതിയിൽ തന്നെയാണ് PNNM കേരളീയ ആയുർവേദ സമാജത്തിൻ്റെ അനുഗ്രഹാശിസുകളോടെ ശ്രീ ശൃംഗേരി സന്നിധാനത്തിൻ്റെ അനുഗ്രഹാശിസുകളോടെ ഇവിടെ പൊതുജനങ്ങൾക്കായിട്ട് എല്ലാ വർഷവും ഇത് 19ാമത് വർഷമാണ്. ഞാൻ ഈ അവസരത്തിൽ എൻ്റെ പിതാവിനെ, അദ്ദേഹത്തിൻ്റെ ദീർഘദർശിത്വവും വീക്ഷണവും ഈ സമയത്ത് സ്മരിക്കുന്നു. കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു നന്മ നിറഞ്ഞൊരു പ്രവൃത്തി ചെയ്യാൻ PNNM കുടുംബം ചിലപ്പോൾ മുന്നോട്ട് വരില്ലായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു സ്ഥാപനം എന്നാൽ ഒരു കെട്ടിടങ്ങളല്ല, മറിച്ച് ആ ഒരു സ്ഥാപനം നിൽക്കുന്ന സ്ഥലത്ത് നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം വേണമെന്ന് എപ്പോഴും എൻ്റെ പിതാവിനോടും ഇവിടെയുള്ള PNNM കുടുംബാംഗങ്ങളോടും പറയുമായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടിയാണ് നമ്മൾ കർക്കിടകക്കഞ്ഞി എല്ലാ കൊല്ലവും ആദ്യത്തെ 7 ദിവസം. ന്യൂസ് ഡെസ്ക് CCV.